കാർഷിക മേഖലയുടെ സമഗ്ര വികസനം കർഷക ഉൽപ്പാദന കമ്പനികളിലൂടെ സാധ്യമാകുമെന്ന് നബാർഡ് ചീഫ് ജനറൽ മാനേജർ ബൈജു എം കുറുപ്പ് അഭിപ്രായപ്പെട്ടു. രാജ്യത്തെ വിവിധ സംസ്ഥാനങ്ങളിലായി നബാർഡിന്റെ ഇതര ഏജൻസികളുടെയും നേതൃത്വത്തിൽ 10,000 കർഷക ഉൽപ്പാദന കമ്പനികൾ രൂപീകരിക്കുന്നതിനാണ് സർക്കാർ ലക്ഷ്യമിട്ടിട്ടുള്ളത്. 210 ഞങ്ങൾ ഇവിടെ പ്രൊമോട്ട് ചെയ്തിട്ടുണ്ടെങ്കിലും അതിനെ ഞങ്ങൾ തരംതിരിച്ചിട്ടുണ്ട്. ABCD എന്നുള്ള കാറ്റഗറിയിൽ തരംതിരിച്ചിട്ടുണ്ട്. ഏകദേശം ഇന്നൊരു അതിൻ്റെ അകത്ത് 200 എണ്ണത്തിൽ ഒരു 40 എണ്ണം മാത്രമേ ഒരു A or B ഗ്രേഡിലോട്ട് എത്താൻ ചേർന്നിട്ട് വന്നിട്ടുള്ളൂ. പല കാരണങ്ങൾ കൊണ്ടും പല കാര്യങ്ങൾ കൊണ്ടും പല പ്രവർത്തനത്തിന്റെ രീതിയിലുള്ള കാരണങ്ങൾ കൊണ്ടും ആ ഒരു രീതിയിൽ വന്നിട്ടുണ്ട്. വരാനുള്ള ശ്രമങ്ങൾ ഇപ്പോഴും നടക്കുന്നുണ്ടോ, നടത്താൻ വേണ്ടിയിട്ടുള്ള ഏതെല്ലാം രീതിയിൽ അതിനെ വീണ്ടും പ്രോത്സാഹിക്കാൻ പറ്റുമോ അതുമെല്ലാം ഞങ്ങൾ വീണ്ടും ചെയ്യുന്നുണ്ട്. ഇവിടെ ഇരുന്ന് 5 മിനിറ്റ് കഴിഞ്ഞ 10-15 മിനിറ്റ് കൊണ്ട് ഞാൻ FPOയുടെ പ്രവർത്തനങ്ങളെയും അതുപോലെ തന്നെ എൻ്റെ മുമ്പിലുള്ള ഈ കടക്കൽ ഫാമേഴ്സ് കമ്പനി ലിമിറ്റഡിന്റെ ഒരു കുറച്ച് ഡോക്യുമെന്റ്സിനെ കുറിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഈ കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ ഓർഗനൈസേഷൻ കഴിഞ്ഞ 3 കൊല്ലമായിട്ട് പ്രവർത്തനം തുടങ്ങിയിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുകയും ഈ 3 കൊല്ലത്തിനുള്ളിൽ തന്നെ നമ്മുടെ അധ്യക്ഷ പ്രസംഗികൻ പറഞ്ഞതുപോലെ ഇദ്ദേഹം പറഞ്ഞതുപോലെ ഈ പ്രദേശത്ത് ഒരു അറിയപ്പെടുന്ന ഒരു പ്രസ്ഥാനമായിട്ട് വളരുവാൻ സാധിച്ചിട്ടുണ്ട് എന്നറിയുന്നതിൽ വളരെയേറെ സന്തോഷമുണ്ട്. കൃഷിക്കാർ തന്നെ നേതൃത്വം കൊടുത്ത് രൂപീകരിക്കുന്ന കർഷക ഉൽപാദന കമ്പനികൾ കാർഷിക മേഖല എന്ന് അഭിമുഖീകരിക്കുന്ന വിവിധ തരം പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്നതിനാണ് ശ്രമിക്കുന്നത്. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുകയും അതിലൂടെ കർഷകന്റെ വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നതാണ് പ്രധാനമായും കർഷക ഉൽപാദന കമ്പനികൾ ലക്ഷ്യമിടുന്നത്. നാട്ടിൽ ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങൾ സമാഹരിച്ച് വിപണന മൂല്യം വർദ്ധിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി കർഷകന്റെ ഉൽപ്പന്നങ്ങളെ വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി വിപണിയിൽ എത്തിക്കുക എന്നത് കർഷക കമ്പനികളുടെ പ്രധാനപ്പെട്ട ദൗത്യമാണ്. ഉൾപ്പെടുത്തിക്കൊണ്ട് ചടയമംഗലം ബ്ലോക്ക്, കൊല്ലം ജില്ലയിലെ ചടയമംഗലം ബ്ലോക്ക് കേന്ദ്രമാണ് ഈ കമ്പനിയുടെ പ്രവർത്തനം ആരംഭിച്ചത്. ഈ കമ്പനി പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം കഴിഞ്ഞ 2.5 വർഷത്തിനുള്ളിൽ 553 പേർ കമ്പനിയിൽ ഓഹരി അടച്ച് ഷെയർ ഹോൾഡർമാരായി അംഗത്വം നേടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ധാരാളം ആയിരക്കണക്കിന് കർഷകർ നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സേവനങ്ങളെ പ്രയോജനപ്പെടുത്തുന്നുണ്ട്. കമ്പനിയുടെ പരിപാടികൾ അവർ സംബന്ധിക്കുന്നുണ്ട്. ഒരു കർഷക ഉൽപാദക കമ്പനിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ ലക്ഷ്യത്തിൽ ഊന്നി നിന്നുകൊണ്ട് തന്നെ അതിന്റെ പ്രവർത്തനങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ടുള്ള നല്ല പരിശ്രമം കമ്പനിയുടെ ഡയറക്ടർ ബോർഡ് അംഗങ്ങളും ஸ்டார்ட் பண்ணது ரொம்ப கஷ்டம், மெயின்டைன் பண்ணுறது. ஸோ இது சக்ஸஸ்ஃபுல்லாக ரெண்டாக வந்து ரொம்ப சந்தோஷம். மேலும் மேலும் நிறைய உயரங்கள் அடைய வாழ்த்துக்கள். இதை பார்க்கறதுக்கு தமிழ்நாடு விவசாயிகள் எங்களுக்கு ஒரு வாய்ப்பு கிடைச்சதுக்கு ரொம்ப நன்றி. ചടയമംഗലം ബ്ലോക്ക് അടിസ്ഥാനത്തിൽ രൂപീകരിച്ചിട്ടുള്ള കടക്കൽ ഫാർമർ പ്രൊഡ്യൂസർ കമ്പനിയുടെ പുതിയ ഉൽപ്പന്നങ്ങളുടെ വിപണന ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കർഷകരിൽ നിന്നും സംഭരിച്ച മഞ്ഞൾ, കുരുമുളക് എന്നിവയിൽ നിന്നുള്ള മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഇന്നു മുതൽ മാർക്കറ്റിൽ ലഭ്യമാകും. കേരള അസോസിയേഷൻ ഫോർ റൂറൽ ഡെവലപ്മെന്റ് ചെയർമാൻ ഡോക്ടർ നടക്കൽ ശശി അധ്യക്ഷത വഹിച്ചു. അവിടുത്തെ ആയിട്ട് ജോർജ് കുളങ്ങര സാറുമായിട്ട് ബന്ധപ്പെടുത്തി ആദ്യത്തെ മീറ്റിംഗ് അവിടെയും ഞാൻ പറഞ്ഞു. അത് നന്നായിട്ട് പോകുന്നതിൽ സന്തോഷം. അപ്പൊ കാരണം കഴിഞ്ഞ കുറെ വർഷക്കാലമായി നബാർഡിന്റെ വിവിധങ്ങളായ പദ്ധതികൾ നടപ്പിലാക്കി. നബാർഡ് DDM R രാഹിമോൾ, തമിഴ്നാട് ഹോർട്ടിക്കൾച്ചർ മിഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ V അറുമുഖം, കമ്പനി ചെയർമാൻ JC അനിൽ, ഡയറക്ടർമാരായ S ജയപ്രകാശ്, CP ജസിൻ, S വിജയകുമാരൻ നായർ, K ഓമനക്കുട്ടൻ, V രാജേന്ദ്രൻ നായർ, മനോജ് കുഞ്ഞപ്പൻ, KG വിജയകുമാർ, M ഗോപാലകൃഷ്ണപിള്ള, S സുരേന്ദ്രൻ, വളവുപ്പച്ച സന്തോഷ്, റജീന ബീഗം തുടങ്ങിയവർ പങ്കെടുത്തു. കമ്പനി CEO മുന്ന മുഹമ്മദ് സുഹൈൽ നന്ദി പറഞ്ഞു.